ഹായ്. ദേ വെയിറ്റ് ചെയ്യണം കേട്ടോ, പോവരുത്. ഒരു സാധനം തരാം. ഓക്കെ. അപ്പം ദേ സംഭവം ഇത് കണ്ടത് എന്നാന്ന് മനസ്സിലായോ? മനസ്സിലായോ? എന്താന്ന് മനസ്സിലായല്ലോ? ഉണ്ടോ? ഞാനത് ഇതാക്കി വെച്ചേക്കുന്നതാണ്. ഓക്കെ. ഇത് കൂഴച്ചക്ക. അപ്പം സംഭവം എന്ന് പറഞ്ഞാൽ എനിക്ക് അരുവഴ മുറ്റത്ത് പ്ലാവുണ്ട്. വരിക്കച്ചക്ക എനിക്കിഷ്ടമില്ല, പക്ഷെ എനിക്ക് കൂഴച്ചക്കയോട് ഭയങ്കര ഇഷ്ടമാണ് കൂഴച്ചക്ക. അപ്പം ഇതുണ്ട് താല്പര്യം. അപ്പോൾ എനിക്ക് കൂഴച്ചക്ക ഇഷ്ടമായതുകൊണ്ട് ഞാനെപ്പോഴും പറയും എനിക്ക് ഇവിടെ നിന്ന് കൂഴച്ചക്കപ്പഴം വേണമെന്ന് പറയും. അപ്പോൾ കഴിഞ്ഞ ദിവസം നിർബന്ധിച്ച് ഇട് ചക്ക ഇടുന്ന് പറഞ്ഞ് ഇവിടെ തൊട്ടടുത്തൊരു വീട്ടിൽ പ്ലാവിലുണ്ട്, അവിടെ നിന്ന് എത്തിച്ചുകൊണ്ട് വന്നു. അപ്പോൾ അന്നേരം പച്ചയായിരുന്നു. ഇട്ട് കഴിയുമ്പോഴത്തേക്ക് 2 ദിവസം കൊണ്ട് പഴുത്ത് കേട്ടോ. കുഞ്ഞു ചക്കയാണേ, പക്ഷേ കുഞ്ഞിതാണേലും ഉണ്ടോ ഇത് ചുള, ഒരു സൂപ്പർ ചുളയായിരുന്നു. നല്ല ടേസ്റ്റുമാണ്, വലിയ ചുളയാണ്. അപ്പോൾ എനിക്കെന്ന് പറഞ്ഞാൽ എനിക്ക് പൊടിച്ചക്ക എന്ന് പറഞ്ഞാൽ എനിക്കിഷ്ടമല്ല. കഷ്ടപ്പെടണ്ട. ഇതിപ്പോൾ ഞാൻ ഓൾറെഡി ഇങ്ങനെ ഇലിഞ്ഞിങ്ങനെ വിട്ടിട്ട് വെച്ചേക്കുന്നുണ്ടേ. അതിങ്ങനെ ഇങ്ങോട്ട് ചെയ്തിട്ട് ഇതിങ്ങനെ എടുത്തിട്ട് ചുള ഉണ്ട്, നല്ല സൂപ്പർ ചുളയാണ്. നല്ല ടേസ്റ്റ്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് തോന്നുന്നു മിക്കവർക്കും കൂഴച്ചക്കപ്പഴത്തിനോട് താല്പര്യം തോന്നുന്നു. വരിക്കച്ചക്കയായിരിക്കും ഇഷ്ടം, പക്ഷെ എനിക്ക് കൂഴ. എൻ്റെ ഈ ഫ്രണ്ടിലിങ്ങനെ നിൽക്കുന്നുണ്ട്, മല പോലെ നിൽക്കുന്നത് പപ്പടം കുഞ്ഞച്ചക്കയാണ്. അധികം ഇത് കുറച്ചെടുത്ത് ചക്കയുടെ ഉണ്ടാക്കണം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കൂഴച്ചക്കപ്പഴം. ഞാൻ വേണമെങ്കിൽ ഇത് ഇരുന്ന് മൊത്തം കഴിക്കും. ഇത് ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ ഇത്. ഞാനത് ക്യാമറയുടെ ഫ്രണ്ട് വെച്ചേക്കുന്നതുകൊണ്ടാണ് ഒരുപാട് ഇങ്ങനെ മലകൾ തോന്നുന്നത്. ചെറിയ കുഞ്ഞു ചക്ക കേട്ടോ. അപ്പം കഴിക്കട്ടെ. നല്ല മധുരം. ഓക്കെ. വേണോ? ചക്കച്ചുള ഉണ്ടോ? വലിയ ചക്കച്ചുള. രണ്ടെണ്ണം കഴിക്കുമ്പോൾ വേറെ ഫുഡാവും.